കോഴിക്കോട് മീഡിയ വൺ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ബി.ജെ.പി. പ്രവർത്തകരുടെ ആക്രമണം. ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞു. അക്രമം ചിത്രീകരിക്കാൻ ശ്രമിച്ച ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. ഞങ്ങളിങ്ങളതാക്കൊന്നല്ല. ഞങ്ങളിങ്ങളതാക്കൊന്നല്ല. അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, എന്തായിരുന്നു ഈ അക്രമികളുടെ ഉദ്ദേശം? നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ടോ? അല്പസമയം മുമ്പാണ് കോഴിക്കോട് മീഡിയ വണ്ണിന്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെ ബി.ജെ.പി. പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത്. ബി.ജെ.പിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തകർ മുന്നോട്ട് പോവുകയായിരുന്നു. മീഡിയ വൺ ഓഫീസിലെത്തിയോടുകൂടി അവരുടെ ആഹ്ലാദ പ്രകടനം കുറച്ചു നേരം വരികയും തുടർന്ന് അങ്ങോട്ട് പെട്ടെന്ന് പ്രകോപനമില്ലാതെ തന്നെ മീഡിയ വൺ ഓഫീസിലേക്ക് ഒരു പടക്കം അത്യാവശ്യം ശക്തമായ ഒരു പടക്കം എറിയുകയും ചെയ്തു. തുടർന്ന് ഫ്രണ്ടിലുണ്ടായിരുന്ന മീഡിയ വണ്ണിന്റെ തന്നെ ജീവനക്കാർ അത് ചോദ്യം ചെയ്യുകയും അത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് അവരെ കയ്യേറ്റം ചെയ്യാൻ അല്ലെങ്കിൽ ശ്രമം നടത്തി. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവനക്കാരൻ ഇത് മൊബൈൽ ഈ സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അപ്പോഴത്തേക്കും നേരെ ഈ ബി.ജെ.പി. പ്രവർത്തകർ നേരെ ആ ഒരു ജീവനക്കാരൻ നേരെ കയ്യേറ്റം നടത്താൻ ശ്രമം നടന്നു. തുടർന്ന് അങ്ങോട്ട് കൂടുതൽ ജീവനക്കാർ വരുന്നു. അതോടൊപ്പം തന്നെ ബി.ജെ.പി. പ്രവർത്തകൻ തമ്മിൽ ഉന്തും തള്ളും ഒക്കെ ആയ സാഹചര്യം ഉണ്ടായി. ഇടയ്ക്ക് ഒരു ബി.ജെ.പി. പ്രവർത്തകൻ അടച്ചിട്ട ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് അകത്ത് കയറാനുള്ള ശ്രമമൊക്കെ നടത്തി. തുടർന്ന് കുറച്ച് സമയം കഴിഞ്ഞതോടുകൂടി ഈ കാര്യങ്ങൾ സംഘർഷാവസ്ഥ അവസാനിച്ച് പോവുകയും ചെയ്തു. അല്പസമയം അതിനുശേഷം പോലീസ് വരികയും അവിടെ നിരീക്ഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബി.ജെ.പി. പ്രകടനം പോയവർ ബി.ജെ.പി. ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി പോയ ആൾക്കാരാണ് ഈ പടക്കമെറിയും 2 തവണ പടക്കമെറിഞ്ഞു. അതോടൊപ്പം തന്നെ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡോറ് ചവിട്ടി തുറന്നുകൊണ്ട് അകത്ത് കയറാൻ ശ്രമിച്ചു. അത്തരം അക്രമ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അല്പസമയം എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.